നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഉച്ചവരെ ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാന വാർത്തകൾ. IS ഭീകരൻ റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്. വിധി കൊച്ചി NIA കോടതിയുടേത്. ശിക്ഷ കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടതിന്. അടിമാലിയിൽ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധവുമായി വൃദ്ധ ദമ്പതികൾ. ദയാവധം അനുവദിക്കണമെന്ന ബോർഡ് വെച്ച് പ്രതിഷേധം. ശിവദാസിനും ഓമനയ്ക്കും പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങൾ. ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ആനകളെ ഉപദ്രവിക്കുന്ന പാപ്പാന്മാർക്കെതിരെ നടപടി വേണം. ആനക്കോട്ടയിൽ എന്താണ് നടക്കുന്നതെന്നും കോടതിയുടെ ചോദ്യം. നടപടി നേരിടേണ്ടി വരുമെന്ന് ദേവസ്വത്തിന് മുന്നറിയിപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് മുന്നണികൾ. സീറ്റ് വിഭജന ചർച്ചകൾക്കായി LDF യോഗം നാളെ. CPM CPI നേതൃയോഗങ്ങളും നാളെ മുതൽ. കോൺഗ്രസിന്റെ സമരാഗ്നി യാത്രയ്ക്ക് വൈകിട്ട് തുടക്കം. കാസർഗോഡ് KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. യാത്ര കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ. പാകിസ്ഥാനിൽ ഇമ്രാൻഖാന്റെ തിരിച്ചുവരവ്. ഇമ്രാൻ അനുകൂലികൾക്ക് കേവല ഭൂരിപക്ഷം. 154 സീറ്റുകൾ നേടിയെന്ന് PTI. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം അട്ടിമറിക്കാൻ സൈന്യത്തിന്റെ നീക്കം.